ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചിപ്പിയിറച്ചി കറിയാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് തക്കാളി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, വറ്റൽമുളക്, തേങ്ങാക്കൊത്ത് എന്നിവയൊക്കെയാണ്. പിന്നെ ഒരു ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. തേങ്ങാക്കൊത്തും ഇട്ട് നന്നായി ഇളക്കുക. മൂപ്പിച്ച് അത് നന്നായിട്ട് ഒന്ന് പരുവമായി വരുമ്പം ഉള്ളി ഇട്ട് വഴറ്റുക. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ഇട്ട് നന്നായി ഇളക്കുക. ഉള്ളി നന്നായി വഴറ്റുക. അതിനുശേഷം അടച്ച് വെച്ച് നന്നായി ഇളക്കി തക്കാളി ഇടുക. തക്കാളി നല്ലോണം വെന്തതിന് ശേഷം പൊടികൾ ഇടുക. മഞ്ഞപ്പൊടി, പെരിഞ്ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി നന്നായി ഇളക്കുക. ഒരു കുരുമുളക് പൊടിയും ഇട്ട് നന്നായി ഇളക്കുക. കുരുമുളക് ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ചിപ്പിയിറച്ചി ഇട്ട് കൊടുക്കുക. ചിപ്പിയിറച്ചി ഇട്ട് കഴിഞ്ഞ് നന്നായി അതിന് ഇളക്കി അടച്ചു വെക്കുക. നന്നായി ചിപ്പിയിറച്ചിയുടെ അകത്തുനിന്ന് വെള്ളം നന്നായി പുറത്തേക്ക് വരും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരത്തില്ല. ആ വെള്ളത്തിൽ തന്നെ അത് വേകും. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. അത് വെള്ളം പറ്റുന്നിടം വരെ അത് വേവിക്കുക. ഇപ്പോൾ കറി ഏകദേശം പരുവമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല സൂപ്പർ കറിയാണ്. ചീനിയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ല ബെസ്റ്റ് കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത്. നിങ്ങളുടെ നാട്ടിൽ ഇത് കിട്ടുമെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.